ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് 3-പിൻ സോക്കറ്റുകൾ. നമ്മുടെ വീടുകളിൽ, ഓഫീസുകളിൽ, എവിടെ ആണെങ്കിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് 3-പിൻ സോക്കറ്റുകൾ. ഇതിൽ എർത്ത് കണക്റ്റഡ് ആണോ എന്ന് നമുക്കെങ്ങനെ ഈസി മെത്തേഡിൽ ചെക്ക് ചെയ്യാമെന്നുള്ള ഒരു ഉപകരണം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ടെക്നീഷ്യന് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനൊക്കെ അവരുടെ കയ്യിൽ മൾട്ടിമീറ്ററുകൾ അല്ലെങ്കിൽ വോൾട്ടിമീറ്ററുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ സോക്കറ്റിൽ 3-പിൻ സോക്കറ്റിൽ എർത്ത് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു 3 സെക്കൻഡിനകത്ത് തന്നെ നമുക്ക് 3-പിൻ സോക്കറ്റിൽ എർത്ത് കണക്റ്റഡ് ആണോ, അതുപോലെ ന്യൂട്രൽ അവൈലബിൾ ആണോ, അതുപോലെ ഫേസ് അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 3 സെക്കൻഡ്സിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഇതുപോലൊരു 3-പിൻ ടോപ്പ് നമുക്ക് ആവശ്യമാണ്. 6 ആംസിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ 6 ആംസിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16 ആംസിൻ്റെ സോക്കറ്റിലും നമുക്ക് അത് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും, 6 ആംസിൻ്റെ സോക്കറ്റിലും പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും. ഇതിൽ 2 LED ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രീനാണ്, നമുക്ക് എർത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാനും, പിന്നുള്ളത് ഒരു റെഡ് LED ആണ്, അത് നമുക്ക് ന്യൂട്രൽ അവൈലബിൾ ആണോ എന്നറിയാനൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് പ്ലഗ് ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 3-പിൻ സോക്കറ്റിലേക്ക് ഈ 3-പിൻ ടോപ്പ് പ്ലഗ് ഇൻ ചെയ്യുകയാണ്. നമുക്കിനി ഓൺ ചെയ്യാം. ഓൺ ചെയ്തപ്പോൾ ഇതിനകത്ത് ഗ്രീൻ LED-യും അതുപോലെ റെഡ് LED-യും കത്തിയിട്ടുണ്ട്. ഗ്രീൻ കത്തുന്നതിന് അർത്ഥം ഇതിനകത്ത് ഓൾറെഡി എർത്ത് കണക്റ്റഡ് ആണെന്നാണ്. റെഡ് വർക്ക് ചെയ്യുന്നതിനർത്ഥം ഇതിനകത്ത് ന്യൂട്രൽ ഓൾറെഡി അവൈലബിൾ ആണെന്നാണ്. ഈ 2 LED-യും വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫേസ് അവൈലബിൾ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്ലഗ് ഇൻ ചെയ്ത് ഒരു 3 സെക്കൻഡ് ടൈം മതി. നമുക്ക് 3 സെക്കൻഡ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് എർത്ത് അവൈലബിൾ ആണോ, ന്യൂട്രൽ അവൈലബിൾ ആണോ, ഫേസ് അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഒരു സാധാരണക്കാരനും പെട്ടെന്ന് ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വേറൊരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്റ്റൻഷനിൽ നിന്ന് 3 വയർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എർത്തുണ്ട്. അപ്പം ഞാൻ ഈ എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് എടുത്തേക്കുന്ന വയറുകൾ റെഡ് ഫേസാണ്, അതുപോലെ യെല്ലോ ന്യൂട്രലാണ്, ഗ്രീൻ വയർ എർത്താണ്. അപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ഓരോ വയറും ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോഴേ ഏതൊക്കെ LED-കളാണ് ഓഫാകുന്നത്, ഏതാണ് കത്തുന്നത്. ഇനി ഫേസ് എർത്തില്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്ററിനകത്ത് ഏത് ലൈറ്റാണ് ഓഫാകുന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഈ 3-പിൻ സോക്കറ്റിലേക്ക് എർത്ത് കണക്ട് ചെയ്തു, പിന്നെ ന്യൂട്രൽ കണക്ട് ചെയ്തു, അതിനുശേഷം ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ റെഡ് വയർ ഫേസാണ്, അതുപോലെ തന്നെ ഗ്രീൻ എർത്ത്, യെല്ലോ ന്യൂട്രലാണ്. ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തു. ഇപ്പോൾ ഓൺ ചെയ്തപ്പോഴും കണ്ടോ നമ്മുടെ ആ ഇൻഡിക്കേറ്ററിൽ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റുമാണ് തെളിഞ്ഞേക്കുന്നത്. അതിനർത്ഥം നമുക്ക് ഇതിനകത്ത് എർത്ത് അവൈലബിൾ ആണ്, ന്യൂട്രൽ അവൈലബിൾ ആണ്. 2 ബൾബും കത്തുന്നതിനർത്ഥം ഫേസ് അവൈലബിൾ ആണെന്നാണ്. ഇപ്പോൾ ഞാൻ എർത്ത് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് എർത്ത് ഡിസ്കണക്ട് ചെയ്തപ്പോൾ കണ്ടോ ഗ്രീൻ LED ഓഫായിപ്പോയി. വീണ്ടും ഞാൻ കണക്ട് ചെയ്യുകയാണ്, കത്തിയതുണ്ടോ, തിരിച്ച് വീണ്ടും ഡിസ്കണക്ട് ചെയ്തപ്പം ഓഫായി. അപ്പം നമുക്ക് ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം എർത്തില്ലെന്നാണ്. ഇപ്പം ഞാൻ കണ്ടോ, ഞാൻ ന്യൂട്രലാണ് ഓഫ് ചെയ്ത് ഊരിയെടുത്തത്. ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് കണ്ടോ ഓഫായതുണ്ടോ, ഗ്രീൻ മാത്രമേ ഇപ്പം കത്തുന്നുള്ളൂ, റെഡില്ല. അപ്പം ഇനി അടുത്തത് നമുക്ക് ഫേസ് ഓഫ് ചെയ്ത് നോക്കാം. ഞാൻ ഫേസ് ലൈന് ഊരി കഴിഞ്ഞപ്പോൾ കണ്ടോ 2 ലൈറ്റും ഓഫായിപ്പോയി. അപ്പം ഫേസ് ഇല്ലെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റ് കത്തില്ല, ഗ്രീൻ ലൈറ്റും കത്തത്തില്ല. അപ്പോൾ നമുക്കൊരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മളിത് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എർത്ത് അവൈലബിൾ ആണോ, ന്യൂട്രൽ അവൈലബിൾ ആണോ, ഫേസ് അവൈലബിൾ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
ഇത് കൊച്ചുകുട്ടികളാരും അനുകരിക്കരുത്. ഇത് ഹൈ വോൾട്ടേജാണ്. അതുപോലെ നിങ്ങൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നോളജ് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പോൾ നമുക്ക് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു വോൾട്ടിമീറ്ററിൻ്റെ സഹായമില്ലാതെ എർത്ത് കണക്റ്റഡ് ആണോ, ന്യൂട്രൽ, ഫേസ് ഒക്കെ അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടി വളരെ സിമ്പിളായ രീതിയിലാണ് നമുക്ക് ഇത് നിർമ്മിച്ചെടുക്കാനും പറ്റും, അതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇത് വെച്ച് നമുക്ക് വീടുകളിലെ 3 പിൻ സോക്കറ്റുകളിൽ 6 ആംസിൻ്റെ സോക്കറ്റിൽ, അതുപോലെ 16 ആംസിൻ്റെ സോക്കറ്റിലൊക്കെ നമുക്ക് എർത്തിങ് എല്ലാം അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനത് യൂസ് ചെയ്തേക്കുന്നത് ഒരു 6 ആംസിൻ്റെ 3 പിൻ ടോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റെഡ് LED, പിന്നെ ഒരു ഗ്രീൻ LED, പിന്നെ ഡയോഡ് 1N4007 എന്ന് പറഞ്ഞ 2 ഡയോഡ് എടുത്തിട്ടുണ്ട്, 100Kയുടെ 2 റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എർത്തിങ് ഒക്കെ നമുക്ക് മീറ്ററുകളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് കണക്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നല്ല നീറ്റായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലീഡുകളിലൊക്കെ നമ്മൾ സ്ലീവ് ഇട്ടിട്ടുണ്ട്. സ്ലീവ് ഇട്ട് നല്ല പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ചെയ്തേക്കുകയാണ്. അപ്പം മറ്റ് ലൈനുമായിട്ട് ഷോർട്ടാകാത്ത രീതിയിലാണ് ഇതിനകത്ത് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇത് അറിയാവുന്നവർക്ക് ഇത് സിമ്പിളും, അറിയാത്തവർക്ക് വളരെ വലിയൊരു നോളജുമാണ്. ഒരു അറിവും ചെറുതല്ല. നമ്മൾ ഏതൊരു അറിവും നേടിക്കഴിയുമ്പോഴാണ് അത് ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നതിന് ഇങ്ങനെയാണ്. ലൈന് ന്യൂട്രലും തമ്മിൽ ഡയോഡ്, അതുപോലെ തന്നെ റെഡ് LED, അതിന് 100K റെസിസ്റ്റർ, അതുപോലെ ആ സർക്യൂട്ടിൽ കാണിക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.